കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വലിയ സ്ഫോടനമാണ്. ദില്ലി അടുത്ത കാലത്ത് കണ്ട രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിലാണ്. ഇത്രയും അടുത്ത് റെഡ് ഫോർട്ടിനടുത്ത് 500 മീറ്റർ അകലെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത്രയും അടുത്തൊരു തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്ഫോടനം രാജ്യ തലസ്ഥാനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പി ആർ സുനിൽ? അരുൺ, ഏതായാലും മരണനിരക്ക് 10 ഉയർന്നിട്ടുണ്ട്. 25ഓളം പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് സമീപത്തേക്ക് ഒന്നുകൂടി എത്തിയതാണ്. നമുക്ക് കാണാം ഈ ചെങ്കോട്ട. ഇതാണ് ചെങ്കോട്ടയുടെ മുൻവശം എന്നത്. ഈ മുൻവശത്ത് ഇവിടെയാണ് സാധാരണ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്താറുള്ളത്. അപ്പോൾ അതിന് നേരെ എതിർവശത്ത്, ഇത് പ്രധാന ഗേറ്റാണ് ചെങ്കോട്ടയുടേത്, അതിന് നേരെ എതിർവശത്ത് ആണ് ഈ സിഗ്നൽ ലൈറ്റിൽ ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരത്തിലാണ് എന്ന് നമ്മൾ നോക്കണം. ചെങ്കോട്ടയുടെ പ്രധാന ഗേറ്റാണിത്. അപ്പോൾ ചെങ്കോട്ടയുടെ നേരെ മുൻപിൽ ആ പ്രധാന ഗേറ്റിൽ നിന്ന് നേരെ നോക്കിയാൽ എത്തുന്ന ചാന്ദിനി ചൗക്ക് ജംഗ്ഷൻ, ചാന്ദിനി ചൗക്ക് ഈ ഒരു ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റിൽ ഈ ഒരു വാഹനം വന്ന് നിൽക്കുന്നു. ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ വളരെ ചെങ്കോട്ടയുടെ നേരെ മുമ്പിലാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമാണ് എന്ന് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇതിന് ഒരു ഭീകരാക്രമണത്തിൻ്റെ ഒരു ഭീകരവാദികൾ നടത്തുന്ന സ്ഫോടനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു പ്രദേശം എന്നത് വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചെങ്കോട്ടയ്ക്ക് നേരെ മുമ്പിലുള്ള സിഗ്നൽ ലൈറ്റ്, ആ സിഗ്നൽ ലൈറ്റിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നത് തീർച്ചയായും ഇതിൻ്റെ ഒരു ഗൗരവം കൂട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻസിറ്റീവായ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഫോടനം നടത്താൻ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചു എന്ന് വേണമെങ്കിൽ പ്രാഥമികമായി വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഇത് മറ്റൊരു വലിയ ഭീകരാക്രമണമാണ്. I-20 കാറാണ്. 3 പേരാണ് ഈ പൊട്ടിത്തെറിച്ച കാറിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. ഈ സ്ഫോടനം ഉണ്ടായത് കാറിന്റെ മുൻഭാഗത്താണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളിലേക്ക് പിന്നീട് തീ പടരുകയായിരുന്നു. ഈ സ്ഫോടന ശേഷം അവിടെ നിന്ന് ഈ ഭീകരാക്രമണ സാധ്യതകൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും കണ്ടെടുത്തിട്ടുമില്ല. സുജ, ഈ ഒരു വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയൊരു സ്ഫോടനം നടന്ന ഒരു പ്രതീതിയുണ്ട്. കാരണം ഒരു വാഹനത്തിന് സാങ്കേതിക തകരാറ് മൂലം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ എത്രത്തോളം ആഘാതം ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആഘാതമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രാഥമികമായി പരിശോധിച്ചാൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം നോക്കൂ, ആ I-20 വാഹനമാണെങ്കിൽ ആ വാഹനത്തിൻ്റെ താഴത്തെ ചക്രവും കുറച്ച് ആ ബോഡി പാർട്സും മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗം കാണാനേ ഇല്ല. അത്ര ഭീകരമായൊരു സ്ഫോടനം നടന്ന കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ സമീപത്തുള്ള വാഹനങ്ങളിലേക്കൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ തകർന്ന അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ആ വാഹനങ്ങൾ കത്തിയമർന്ന പോലെയല്ല, ആ വാഹനങ്ങൾ തകർന്ന അവസ്ഥയിലാണ്. ഒരു ഈക്കോ വാഹനം നമുക്ക് കാണാം. ആ ഈക്കോ വാഹനത്തിൻ്റെ ഒരു ഭാഗം തുളച്ചു കയറിയ അവസ്ഥയിലാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ CNG ടാങ്ക് പൊട്ടിത്തെറിച്ചതാണെങ്കിൽ തന്നെ ഇത്രയ്ക്ക് വലിയൊരു ആഘാതം ഉണ്ടാകുമോ എന്ന സ്വാഭാവിക ചോദ്യം നമുക്ക് അടക്കമുള്ള വാഹനങ്ങളിലേക്ക് CNG ഘടിപ്പിക്കുന്നത് അതിന്റെ ഡിക്കി ഭാഗത്താണ്, അതിന്റെ ബൂട്ട് ഭാഗത്താണ് ഇത് ഘടിപ്പിക്കാറുള്ളത്. ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത് മുൻഭാഗത്താണ് എന്നാണ് ലഭിക്കുന്ന വിവരം, അല്ലേ? തീർച്ചയായും എക്സ്ക്ലൂസീവ് വിഷ്വലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നും സ്ഫോടനം നടന്ന I-20 കാറിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ആദ്യം സ്ഫോടനം നടന്ന I-20 കാർ. എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിനുള്ളിൽ 3 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. പി ആർ സുനിൽ, നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ കാറിന്റെ ദൃശ്യങ്ങൾ വളരെ നിർണായകമാണ്. ഈ കാറാണ് ആദ്യം പൊട്ടിത്തെറിക്കുന്നത് എന്നല്ലേ അവിടെ പോലീസ് പറയുന്നത്? അതാണ് അരുൺ. ഇത് ആ കാറിന്റെ ഒരു അവസ്ഥ നോക്കൂ. ആ കാറ് ഒരു സാധാരണ ഒരു CNG ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ ഇതുപോലെ തകരുമോ? അതാണ് സ്വാഭാവികമായ സംശയം. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഒരു ഭീകരവാദത്തിന്റെ ഒരു സാന്നിധ്യം ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തത്. ഏതായാലും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം തരേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ സ്ഫോടനത്തിന്റെ ഒരു പ്രാഥമിക സാഹചര്യം വിലയിരുത്തിയാൽ ഇത് തീർച്ചയായും ഒരു ഭീകരവാദ സാന്നിധ്യമുള്ള സ്ഫോടനം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഞാൻ
ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഡൽഹിയിൽ ഇതിനു മുൻപ് ഞാൻ നിൽക്കുന്ന ഈ ചെങ്കോട്ടയ്ക്ക് സമീപം തന്നെ 2 സ്ഫോടനങ്ങൾ 2008-ലും 2006-ലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുന്ന് 150 കിലോമീറ്റർ അകലെയുള്ള ജമാ മസ്ജിദിലായിരുന്നു ഒരു സ്ഫോടനം നടന്നത്. അതുപോലെ തന്നെ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം മറ്റൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ ആഘാതമുള്ളതായിരുന്നില്ല. അതേസമയം 2008-ൽ സരോജിനി മാർക്കറ്റിലും ഒപ്പം തന്നെ കൊനോട്ട് പ്ലേസിലെ റീഗൽ തിയേറ്ററിന് സമീപവും നടന്നിട്ടുള്ള സ്ഫോടനങ്ങൾ വളരെ വലുതായിരുന്നു. ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനമായിരുന്നു അന്ന് സരോജിനി മാർക്കറ്റിലുമൊക്കെ തന്നെ നടന്നത്. ഏതായാലും അതിന് സമാനമായ രീതിയിലുള്ള വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു തീവ്ര സ്വഭാവം നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇത്രയും വലിയൊരു ആഘാതം, കാരണം ഒരു സാധാരണ വാഹനത്തിലെ ഒരു CNG ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ ഇത്രയും ആഘാതം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ ആഘാതം ഉണ്ടാവുകയും ഇത്രയും വാഹനങ്ങൾ 20ഓളം വാഹനങ്ങളാണ് കത്തി അമർന്നിരിക്കുന്നത് അല്ലെങ്കിൽ തകർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു സ്ഫോടനത്തിന്റെ ആഘാതം കൊണ്ട് തന്നെയാണ്. ഒരു CNG ടാങ്കിന് എത്ര വലിപ്പമുണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു CNG ടാങ്കിൽ പരമാവധി നിറയ്ക്കാൻ പറ്റുന്ന ഒരു CNG ഗ്യാസ് എന്ന് പറയുന്നത് 8 മുതൽ 10 കിലോ വരെ മാത്രമാണ്. അപ്പോൾ അത് ഫുൾ ടാങ്ക് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആഘാതം അത്ര വലുതാകണമെന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇതൊരു ഭീകര സ്വഭാവമുള്ള ഒരു ഭീകര ആക്രമണത്തിന്റെ എല്ലാ സ്വഭാവവും ഈ പ്രാഥമിക പരിശോധനയിലുണ്ട്. മാത്രമല്ല ഈ സ്ഥലം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെങ്കോട്ടയ്ക്ക് നേരെ എതിർവശത്തുള്ള ഒരു പ്രദേശം, ചെങ്കോട്ടയിൽ നിന്ന് ഈ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിലെ ആ പ്രദേശത്തിൽ നിന്ന് 100 മീറ്ററിൽ താഴെ ദൂരത്തിലുള്ള സിഗ്നൽ ലൈറ്റ്, ആ സിഗ്നൽ ലൈറ്റിലാണ് ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ലോ ആയിട്ടൊരു വാഹനം നീങ്ങുന്നു, ആ വാഹനം റെഡ് ലൈറ്റിൽ നിർത്തുന്നു, പിന്നീട് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഒരു സൂയിസൈഡ് അറ്റാക്ക് ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ വാഹനത്തിനകത്ത് 3 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ വന്നതാണ്. ഇതൊക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ പ്രാഥമികമായി ഒരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ തീർച്ചയായും അതിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവുമായും ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് അന്വേഷണ ഏജൻസികളുമായും ഒക്കെ തന്നെ സംസാരിച്ചു വരികയാണ്. അവരിൽ നിന്ന് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നാളെ ബീഹാറിൽ അവസാനവട്ട വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനവട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഡൽഹിയിൽ നടന്നിരിക്കുന്നത് എന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ഭീകരാക്രമണത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യത ഇതിനകത്തുണ്ട് എങ്കിൽ അത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുറിവുകൾ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ അവിടെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കം നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വലിയ സംഘർഷ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ കണ്ടതാണ്. ഏതായാലും അതിനുശേഷം പിന്നീട് ജമ്മു കാശ്മീരിലൊക്കെ തന്നെ NIA അടക്കം നടത്തിയ അന്വേഷണങ്ങളിൽ, പരിശോധനകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി സ്ഫോടക വസ്തുക്കൾ, അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു.